ഇനി വളരെ പ്രധാനപ്പെട്ട അതിഥി കൂടി ലൈവത്തോണിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. അത് മറ്റാരുമല്ല, ഈ യുവതീ പ്രവേശന കോലാഹലങ്ങൾക്കിടെ ഭക്തരുടെ ഹൃദയം മുറിവേറ്റപ്പോൾ അതിന് മുന്നിൽ നിന്ന് പോരാടിയ ഒരു മനുഷ്യൻ, ബിജെപിയുടെ തീപ്പൊരി നേതാവ്, നമ്മൾ ബഡാ ഫൈറ്റർ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച എനിക്ക് അതെ മോദിജി, സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ വിശേഷിപ്പിച്ച കെ സുരേന്ദ്രൻ, അദ്ദേഹം തത്സമയം നമുക്കൊപ്പം ഈ ലൈവ് തോണിൽ ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഒന്ന് വളരെ വേഗത്തിൽ ചെങ്ങന്നൂരിലേക്ക് ഒന്ന് പോകാം. കാരണം ശബരിമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇടത്താവളമാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ തീർത്ഥാടകർ ട്രെയിൻ ഇറങ്ങുന്ന, കാരണം ശബരിപാത കുറെ കാലമായിട്ട് ഇവർ കൊണ്ടുവരികയാണല്ലോ, അതങ്ങ് എത്തിയിട്ടില്ല. അതായത് ഞാനൊക്കെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഇതിന് മറ്റേ കുഴിയൊക്കെ കുഴിച്ചു തുടങ്ങിയതാ, ഇതുവരെ അങ്ങ് എങ്ങും എത്തിയിട്ടില്ല എന്നതുകൂടി ഓർക്കണം. അതിനാൽ ഈ തീർത്ഥാടകർ വന്നിറങ്ങുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശമൊക്കെയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നത് സുധീഷ് ഗോപാലാണ് അവിടെ നിന്നും ചേരുന്നത്. സുധീഷ്, എന്തൊക്കെയാണ് ചെങ്ങന്നൂരിലെ സാഹചര്യങ്ങൾ? ചെങ്ങന്നൂർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താവളം, ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തർ തീവണ്ടി ഇറങ്ങുന്ന സ്ഥലമാണ്. തൊട്ടടുത്താണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ചെങ്ങന്നൂർ ശിവക്ഷേത്രം അവിടെയുണ്ട്. അതിനാൽ ചെങ്ങന്നൂർ ഇടത്താവളത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവർ? ഗൗതം, ശബരിമലയിലെ ഏറ്റവും പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ ചെങ്ങന്നൂരാണ് ഞാൻ നിൽക്കുന്നത്. ചെങ്ങന്നൂരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർ നേരിടുന്നത് വലിയ അവഗണന തന്നെയാണ്. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമാക്കുന്നില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ ഇവർക്ക് വിരിവെക്കുന്നതിനും മറ്റും വേണ്ടി അയ്യപ്പ ഭക്തർക്കുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി നിർമ്മാണം ആരംഭിച്ച് 3 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച കെട്ടിടമാണ്. ഇപ്പോഴും പാതി വഴിയിൽ അതിൻ്റെ പ്രവർത്തനം നിൽക്കുന്നു. ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യവും അവർക്കില്ല. ഇവിടെ 10 ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നതാണ്. അത് 10ഉം പൊളിച്ച് നീക്കിയതിന് ശേഷമാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇത്ര 3 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ പോലും ആകുന്നില്ല. പകരം ഒരു സംവിധാനവും ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുമില്ല. ഇതാണ് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു കാര്യം. ഇതോടൊപ്പം തന്നെയാണ് ചേർത്ത് പറയേണ്ടത്, ഇവിടെ എത്തുമ്പോൾ അവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല, നല്ല ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളില്ല. ഇത്തരത്തിൽ തീർത്തും അവഗണനയാണ്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ ഇവിടെ ട്രെയിനിലെത്തി പമ്പയിലേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ട KSRTC സംവിധാനം, KSRTC ബസ്സുകളുടെ സർവീസ്, അതിന് വലിയ വീഴ്ച വരുത്തുന്നു. അതോടൊപ്പം തന്നെ KSRTC ഡിപ്പോയുടെ അവസ്ഥ തന്നെ, ആ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ തന്നെ വളരെ ശോചനീയമാണ്. ആ രീതിയിൽ അയ്യപ്പ ഭക്തർ ബന്ധപ്പെടുന്ന ഒരു മേഖലയിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല, തീർത്തും അവഗണിക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതേ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു മാലിന്യ സംസ്കരണവുമായും മറ്റും ബന്ധപ്പെട്ട സ്വാഭാവികമായും മണ്ഡലകാലം എത്തിയാൽ വലിയ രീതിയിൽ അയ്യപ്പ ഭക്തർ എത്തിച്ചേരും. അതിനനുസരിച്ച് മാലിന്യങ്ങളും ഇവിടെ ഉണ്ടാവാറുണ്ട്. എന്നാൽ അത് നീക്കം ചെയ്യുന്നതിനും മറ്റുമുള്ള സംവിധാനങ്ങളിലടക്കം വലിയ വീഴ്ചയാണ് നഗരസഭയായാലും മറ്റ് ബന്ധപ്പെട്ടവരും നടത്തുന്നത്. ഇതിൻ്റെ കൃത്യമായ കൂടിയാലോചനയുടെ പോരായ്മകളുണ്ട്. ആ രീതിയിൽ പൂർണ്ണമായും ഇതിനെ ഒരു കളിതമാശയായി മാത്രം കണ്ട് വേണ്ടത്ര ഒരു ഗൗരവവും കൊടുക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം യുവതീ പ്രവേശന വിഷയവുമായും മറ്റും ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധവുമായി ഇറങ്ങി പോലീസ് കേസ് അടക്കം വന്നിട്ടുള്ള അയ്യപ്പ ഭക്തനായ ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ OBC മോർച്ചയുടെ ചെങ്ങന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് രമേശ് പെരിശ്ശേരി. അദ്ദേഹം ഇവിടുത്തെ ഈ അയ്യപ്പ ഭക്തർ നേരിടുന്ന അവഗണന എത്രത്തോളമാണെന്ന് വിശദീകരിക്കും. എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇവിടെ എത്തുമ്പോൾ അയ്യപ്പ ഭക്തർ നേരിടുന്നത്? അയ്യപ്പ ഭക്തന്മാരെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഇവിടെ വന്നാൽ അനുഭവിക്കുന്നുള്ളൂ. കാരണം ഈ ശബരിമലയുടെ ഇടത്താവളമെന്നാണ് ചെങ്ങന്നൂരിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ അയ്യപ്പന്മാർക്ക് വാഹന സൗകര്യം ഇവിടെ യഥാർത്ഥമായ രീതിയിൽ കിട്ടുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യപ്പൻ ഭക്തന്മാർ അവിടെ ചെന്ന് അവിടുത്തെ KSRTC ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളടക്കം ചെന്ന ആൾക്കാർ പ്രശ്നങ്ങളുണ്ടാക്കിയതിന് ശേഷമാണ് ബസ്സുകൾ പലതും വിടാൻ വേണ്ടി തയ്യാറാകുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് ശുദ്ധമായ കുടിവെള്ളം അവർക്ക് ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ വിരിവെക്കാനുള്ള സംവിധാനം അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് ഒരുക്കി കൊടുക്കുന്നില്ല. അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു സൗജന്യമായ ശൗചാലയമില്ല. ദേവസ്വം ബോർഡിൻ്റെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കാശ് വാങ്ങിക്കൊണ്ട് നടത്തുന്ന ഒരു ശൗചാലയമാണ്. അവിടെ അയ്യപ്പന്മാർ കാശ് കൊടുത്തിട്ടാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. എന്നു മാത്രമല്ല അവിടെ ആവശ്യത്തിനുള്ള വെള്ളം അവർക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു കെട്ടിടം 3 വർഷമായിട്ട് ഇവിടെ പണി തുടങ്ങിയിരിക്കുന്നു. അയ്യപ്പന്മാർക്ക് ഉരുവേക്കാനെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. വളരെയധികം സാമ്പത്തിക അഴിമതിയാണ് ഇതിൽ നടക്കുന്നത്. ഏതാണ്ട് 3ഓളം കോൺട്രാക്ടർ, 3ാമത്തെ കോൺട്രാക്റ്റാണ് ഇപ്പോൾ ഈ പണി ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഇതിനകത്തെ ഭീമമായ അഴിമതി കൊണ്ട് പണി നേരെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കാത്തൊരവസ്ഥയാണ്. ഇവിടുത്തെ മെറ്റീരിയൽ എന്ന് പരിശോധിച്ചാൽ അറിയാം,
തുരുമ്പിച്ച കമ്പികളാണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെ തുരുമ്പിച്ച കമ്പി, അതുപോലെ തന്നെ ഒരു പണി പൂർത്തിയായി കഴിഞ്ഞ് അവസാന നിമിഷം എത്തുമ്പോഴാണ് ടൈലാണെങ്കിലും ഗ്രാനൈറ്റ് അടക്കമുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇത് പണി തുടങ്ങിയപ്പോഴേ ആ സാധനം ഇറക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഇതിൽ നിന്നും അവർക്ക് കിട്ടേണ്ട കമ്മീഷൻ ആദ്യമേ തന്നെ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമില്ല. അങ്ങനെ 3 വർഷം, ഇത് 2 വർഷം കൂടി കഴിഞ്ഞാൽ പോലും ഈ പണി പൂർത്തിയാകുന്നൊരു സ്ഥിതിവിശേഷം ഇവിടെയില്ല. ഏതാണ്ട് 6 കോടിയിൽ പരം രൂപ ചെലവഴിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതിനകത്ത് എത്ര കോടി രൂപയുടെ ചെലവ് വേണ്ടി വരുമെന്നുള്ളത്. അപ്പം അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുകയാണ്. അതോടൊപ്പം ചെങ്ങന്നൂർ മേഖല കേന്ദ്രീകരിച്ച് അയ്യപ്പ സീസണിൽ ഇവിടുത്തെ KSRTCയെ പിടിച്ചു നിർത്തുന്നത് ശബരിമല സീസണാണ് എന്നുള്ളത് നമുക്ക് മുഴുവൻ അറിയാം. അതേപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കുളിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവരിവിടെ ആറിനെയാണ് ആശ്രയിക്കുന്നത്. ആറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അയ്യപ്പന്മാർക്ക് വേണ്ട സുരക്ഷാ സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുക്കി കൊടുക്കുന്നില്ല. അതേപോലെ ഇവിടെ വരുന്ന അയ്യപ്പ ഭക്തർ മുഴുവൻ ദർശനം നടത്താൻ വേണ്ടി ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ മൂലസ്ഥാനമായ കുന്നത്ത് മഹാദേവ ക്ഷേത്രമാണ് ഇപ്പുറത്ത് നിലനിൽക്കുന്നത്. വളരെ പരിമിതികളിൽ അടിസ്ഥാനപരമായ യാതൊരു സംവിധാനങ്ങളുമില്ലാതെയാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ കടന്നു പോകുന്നത്. അതേപോലെ തന്നെ ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ അവിടെ ആ ഭാഗം ഇടിഞ്ഞിടിഞ്ഞ് താണിട്ട് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. ഒരല്പം അശ്രദ്ധ പറ്റിക്കഴിഞ്ഞാൽ 25 അടി താഴ്ചയിലേക്ക് വീണിക്കഴിഞ്ഞാൽ ജീവന് അപായം സംഭവിക്കുന്ന സ്ഥിതിവിശേഷമാണ് അവിടെ. ഇതിനൊന്നും ദേവസ്വം ബോർഡിന് യാതൊരുവിധ ശ്രദ്ധയുമില്ല. ആഹാരം കിട്ടാനുള്ള സംവിധാനവുമില്ല. ഇവിടെ ഒരു സമയത്ത് ഇവിടെ സൗജന്യമായ രീതിയിൽ അയ്യപ്പ സേവാ സമാജം, അതേപോലെ തന്നെ വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ ഇവിടെ വിരിവെക്കാനും അതേപോലെ ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത് മാത്രമാണ് അയ്യപ്പന്മാർക്കുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത്. ഒപ്പം ഇവിടുത്തെ ഹോട്ടലുകളിൽ കയറി കഴിഞ്ഞാൽ ഗുണനിലവാരമുള്ള ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നില്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ വന്ന് പരിശോധന നടക്കുകയും ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ആരോഗ്യ മേഖലയെ വളരെ പരിതാപകരമാണ്. ഇവർ ബോർഡ് വെച്ചിരിക്കുന്നതല്ലാതെ ആവശ്യാനുസരണമുള്ള മരുന്നുകൾ കിട്ടുന്നില്ല, ഡോക്ടർമാരില്ല. അങ്ങനെ ചുരുക്കത്തിൽ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും അയ്യപ്പന്മാരെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവരുടെ നിന്നും കിട്ടുന്ന പണം മാത്രം മതി. അതേപോലെ തന്നെ നഗരസഭയ്ക്ക് വർഷാവർഷം 5 ലക്ഷം രൂപ അനുവദിച്ച് കൊടുക്കുന്നുണ്ട് അയ്യപ്പന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന മാതിരി ഓരോ വാർഡിലെ കൗൺസിലർമാർ അവരുടെ വാർഡിലേക്ക് കൊണ്ട് വകമാറി ഇത് ചെലവഴിക്കുന്ന സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ചുരുക്കത്തിൽ അയ്യപ്പന്മാരെ ഇവിടുത്തെ ഭരണസമിതിയും ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരും കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ ചെങ്ങന്നൂരിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് തീർത്തും അവഗണന. അയ്യപ്പന്മാരെ വിൽപ്പനച്ചരക്കാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അവരെ ചൂഷണം ചെയ്ത് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ലാതെ അവർക്ക് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ചെങ്ങന്നൂരിൽ ഒരുക്കുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതികഠിനം എൻ്റെ അയ്യപ്പ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വിളിച്ചു പോകുന്നുള്ളൂ. ഗൗതം, ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഈ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ശബരിമല സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവിടെ അവരുടെ ഒരു CCTV നിരീക്ഷണമുണ്ട്. ആദ്യം എന്താ ചെയ്തത്? അവരെ അങ്ങ് ഒഴിവാക്കി. അവരെ ബലം പ്രയോഗിച്ച് സന്നിധാനത്ത് നിന്ന് താഴെ ഇറക്കി. ഈ VHPയും ഈ ഹിന്ദു ഐക്യവേദി, അയ്യപ്പ സേവാ സംഘം, സമാജം ഇവരെല്ലാം സൗജന്യ ഭക്ഷണം കൊടുത്തപ്പോൾ അതിൽ പ്രശ്നം ഉണ്ടാക്കി. നിങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ബാക്കി ഹോട്ടലുകാരെ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ലല്ലോ. അല്ല, അത് മാത്രമല്ല, ഈ കാട്ടുകൊള്ള നടക്കുന്ന ഒരു അന്തരീക്ഷം ഒരുക്കുന്നത് നോക്കി നോക്കൂ. കാരണം ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഒരു നിരീക്ഷണം എപ്പോഴും ഉണ്ടായിരുന്നു. ഭഗവാന് എന്തായാലും ഒരു സംരക്ഷണം എന്നാണ്. ശ്യാമനത്തൊരു വളരെ അപകടകരമായ ഒരു അവസ്ഥയുണ്ട്. ഈ ഹൈന്ദവ സംഘടനകളുടെ ആളുകളെ ഇറക്കിയെന്ന് മാത്രമല്ല, ഈ ഹോട്ടലുകളിലേക്ക് പണിക്ക് കയറിയിരിക്കുന്ന SDPI ഭീകരന്മാരൊക്കെയാണ്. ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല. പത്തനംതിട്ട ടൗണിലൊക്കെയുള്ള പല ക്രിമിനൽസും SDPI ഭീകരന്മാരും ശബരിമല അവിടെ ഉണ്ട്. അതായത് അവരുടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് അവിടെ നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനവർ സജീവമാണ് അവിടെ. അതിനുവേണ്ടിയുള്ള പരിപാടിയാണ്. വളരെയധികം ഗുരുതരമായ സാഹചര്യമാണ് ഇതിൽ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടായേ മതിയാവും. എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ നമുക്ക് അത് കൃത്യമായി തന്നെ ഉറപ്പ് നൽകുന്നുണ്ട്. സിഗ്നേച്ചർ ക്യാമ്പയിനിങ് നടക്കുന്നു. ഒപ്പം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക്, ഞാൻ മനസ്സിലാക്കുന്ന പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അല്ലെ? തീർച്ചയായും രാഷ്ട്രപതി വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എത്തും. നമുക്ക്